ജാതി വ്യവസ്ഥയെ പിന്തുണച്ച് RSS ഇന്ത്യയെ ഒരുമിപ്പിക്കുന്നത് ജാതി വ്യവസ്ഥയാണെന്നും RSS പാഞ്ചജന്യം ആഴ്ചപ്പതിപ്പിലെ മുഖപത്രത്തിലാണ് വിവാദ പരാമർശം. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, ഇപ്പോൾ ജാതി സെൻസസ് വേണമെന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യമാകെ അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് RSS തനിനിറം വെളിപ്പെടുത്തിക്കൊണ്ട് പാഞ്ചജന്യത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിയതല്ല, രാജ്യത്തെ വിഭജിച്ചത്, രാജ്യത്തെ പിന്നാക്കം കൊണ്ടുപോയത് ജാതി വ്യവസ്ഥയാണെന്നും ആ ജാതി വ്യവസ്ഥയെ തള്ളിക്കൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടതെന്നുമുള്ള കാഴ്ചപ്പാട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നതാണ്. ഇവിടെ വീണ്ടും RSS മൂന്നാം വട്ടവും BJP കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ RSS വീണ്ടും തനിനിറം വെളിപ്പെടുത്തുകയാണ്. ജാതി വേണം, ജാതി വ്യവസ്ഥയാണ് വേണ്ടത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പാഞ്ചജന്യത്തിലൂടെ RSS പറഞ്ഞു വെക്കുന്ന മറ്റു കാര്യങ്ങൾ? സിജു, തീർച്ചയായും ഈ ജാതി വ്യവസ്ഥകളെല്ലാം തന്നെ ഇല്ലാതാക്കിയ നവോത്ഥാന ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് RSSന്റെ ഈ വാരികയിൽ കൃത്യമായി പറയുന്നത്. അതായത് ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തിയത് ജാതി വ്യവസ്ഥയാണെന്നുള്ളൊരു കാര്യമാണ്, ഇത്തരത്തിലൊരു പരാമർശമാണ് ഈ ഒരു പാഞ്ചജന്യം എന്ന ആഴ്ചപ്പതിപ്പിലെ മുഖപത്രത്തിലെ പരാമർശം എന്ന് പറയുന്നത്. അതായത് ജാതി വ്യവസ്ഥയാണ് വിവിധ വിഭാഗങ്ങൾ ഒരുമിപ്പിച്ചിരുന്നത്. ഈ നവോത്ഥാനത്തിന്റെ പേരിൽ മിഷണറികളെല്ലാം തന്നെ ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണെന്നൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നു. ഹിന്ദു ഐക്യം തകർക്കാൻ കോൺഗ്രസ് ഈ ജാതി വ്യവസ്ഥ ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി RSS ഇപ്പോൾ ഉയർത്തുന്നത്. നമുക്കറിയാം, ജാതി സെൻസസ് എന്ന ഒരു വലിയ വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകമാനം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം ഉയർത്തിയത്. ഒടുവിൽ BJPക്ക് തന്നെ ജാതി സെൻസസിനെ ആദ്യം തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമെന്ന നിലയും അമിത്ഷാ അടക്കം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. പക്ഷേ ഈ ജാതി സെൻസസിലെല്ലാം തന്നെയും എന്താണ് കൃത്യമായ BJPയുടെയും RSSന്റെയും നിലപാട് എന്ന് കൃത്യമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പാഞ്ചജന്യം എന്ന ആഴ്ചപ്പതിപ്പിൽ പറയുന്നത്. അതായത് പഴയ ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് RSSന്റെയും BJPയുടെയും കൃത്യമായ ആശയങ്ങൾ, ഭാവി ആശയങ്ങൾ എന്താണെന്ന് കൃത്യമായി ഈ ഒരു ലേഖനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത് ഈ ജാതി സെൻസസ് എന്ന ആവശ്യം ഐക്യം തകർക്കാനാണെന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇവിടെ എന്തായാലും RSSന്റെ ഈ നേതാവ് കൂടിയായ എഡിറ്റർ ഹിതേഷ് ശങ്കറാണ് ഈ എഡിറ്റോറിയൽ വഴി ഇത്തരത്തിലൊരു കാര്യം പരാമർശിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഈ ആവശ്യത്തിനെതിരെല്ലാം നിലയും വളരെ രൂക്ഷമായ രീതിയിൽ ചില പരാമർശം കൂടി നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ജാതി എന്താണ്, അത് സമൂഹത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമുള്ള ഉത്തരം ഹിന്ദു എന്നുള്ളതാണ് ഇന്ത്യയുടെ ജാതി എന്നും ഇവർ ഈ ലേഖനത്തിൽ പറയുന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ജാതി ചോദിച്ചാൽ ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഹ്യൂമോ ആയിരിക്കുമെന്നെല്ലാം നിലയും ഇവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെല്ലാം തന്നെയും ഈ ജാതി വ്യവസ്ഥ വീണ്ടും വരണമെന്നൊരു ആവശ്യമില്ല. അങ്ങനൊരു RSSന്റെ കൃത്യമായ അജണ്ടയും ആദർശവും എല്ലാം തന്നെയും കൃത്യമായി ഈ ഒരു പാഞ്ചജന്യത്തിൽ ആ വാരികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആശങ്ക പടർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.